വെള്ളലിബാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയണം. വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തറ് പൂശി തന്നിടണം. ആറുകാൽ തേരിലേറി തോഴരുമൊത്തെഴുന്നള്ളേണം. ആരവമായി കലിമത്തിൻ മാധുര്യങ്ങ് മുഴങ്ങേണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ എങ്ങനെ നമുക്ക് ലിറിക്സ് വെച്ചിട്ട് സ്റ്റാറ്റസ് വീഡിയോ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അലൈറ്റ് മോഷനാണ് ഉപയോഗിക്കുന്നത്. അലൈറ്റ് മോഷൻ നമുക്ക് അടിപൊളിയായിട്ട് ലിറിക്സുകളൊക്കെ വെച്ചിട്ടുള്ള സ്റ്റാറ്റസ് വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് പ്രൊജക്റ്റിൻ്റെ റേഷ്യോ, അതുപോലെ നെയിം, റെസൊല്യൂഷൻ, ഫ്രെയിം റേറ്റ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാണ്ട് നമ്മൾ നെയിം കൊടുക്കണം. നമ്മുടെ പ്രൊജക്റ്റിന് ഇവിടെ ഒരു നെയിം കൊടുക്കാം. പിന്നെ നമ്മൾ റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സ്റ്റാറ്റസിൻ്റെ സൈസാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റെസൊല്യൂഷൻ 1080p തന്നെ എടുത്തത്. പിന്നെ ഫ്രെയിം റേറ്റ് 24 എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടുമാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ള സ്പേസ് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് നമ്മുടെ ലിറിക്കൽ വീഡിയോ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് ആഡ് ചെയ്യേണ്ട ബാക്ക്ഗ്രൗണ്ട് ഇമേജോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇമേജാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മീഡിയ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യമായിട്ടുള്ള ഇമേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇമേജ് ആഡ് ചെയ്തു, പക്ഷേ ഇത് ഫില്ലായിട്ട് നിൽക്കുന്നില്ല. ഇവിടെ ക്യാൻവാസിൽ കുറച്ച് ഭാഗം കൂടി ഫില്ലാവാണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ഇത് ഫില്ലായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏത് സോങ്ങിനാണോ ലിറിക്സ് ആഡ് ചെയ്യേണ്ടത് ആ സോങ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഞാനിവിടെ ഒരു സോങ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇതിലത്തെ ഓഡിയോ മാത്രം മതി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ വീഡിയോ സെലക്ട് ചെയ്തിട്ട് 3 ഡോട്ടിൽ എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഈ വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ ഓഡിയോ മാത്രമായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ആവശ്യമായിട്ടുള്ള സെക്കൻഡ് സ്റ്റാറ്റസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 30 സെക്കൻഡ് ആവശ്യമുള്ളൂ. അപ്പോൾ അത്ര നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗം നമുക്ക് സെലക്ട് ചെയ്തിട്ട് ബാക്കി ഡിലീറ്റ് ചെയ്ത് കളയണം, കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് ഏത് ഭാഗമാണ് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് ഈ ഭാഗം മുതലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം ഫുള്ളായിട്ട് കട്ടായി പോകും. എന്നാൽ നമുക്കിത് നമ്മുടെ തുടക്ക ഭാഗത്തേക്ക് എത്തിക്കണം. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ഈ ക്ലിപ്പ് ഇങ്ങോട്ടാക്കി വെച്ചാൽ നേരെ ഇവിടെ എത്തും. ഓക്കെ, എന്നിട്ട് നമുക്ക് പിന്നെ ഇത് 30 സെക്കൻഡ് ആവശ്യമുള്ളൂ. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആ സോങ് ഒരു 30 സെക്കൻഡിൽ പൂർത്തിയാകുന്നൊരു ഭാഗം നമുക്ക് 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ പൂർത്തിയാക്കുന്നൊരു ഭാഗം സെലക്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയണം. ഓക്കെ, ഈ ഭാഗം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വേണ്ട. അപ്പോൾ ആ ഭാഗം കൂടിയാണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഒഴിവാക്കി കളയാം. ഓക്കെ, നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള സോങ് 2 ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത്, 30 സെക്കൻഡുള്ളിൽ വരുന്നത്. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ അത്ര ഭാഗത്ത് എത്തിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എത്തിയിട്ട് ഇവിടെ ഈ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് എത്തും. അപ്പം ആ സോങ്ങിൻ്റെ അനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ടും അത്രത്തോളം തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ലിറിക്സ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത സോങ്ങിൻ്റെ ലിറിക്സ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കമൻറ്റ് ബോക്സിൽ നിന്നാണ് കിട്ടിയത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സോങ്ങാണ് ആവശ്യം അതിൻ്റെ ലിറിക്സ് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നും ക്രോമിൽ നിന്നൊക്കെ ലഭിക്കും. അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്തും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം മലയാളം ലിറിക്സ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഫോണ്ട് ചെയ്യുമ്പം യൂണിക്കോഡ് ഫോണ്ടാണെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ടൈപ്പ് ചെയ്യാം. അല്ലാതെ FML MLKV ഫോണ്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക്
ഒരു ആപ്പും കൂടി ആവശ്യമുണ്ട്. കോഡ് FM എന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ ലിറിക്സ് അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ അത് കൺവേർട്ട് ചെയ്യണം, കോഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അത് കൺവേർട്ട് ചെയ്തതിന് ശേഷം ആവശ്യമായ ലിറിക്സ് സെലക്ട് ചെയ്തിങ്ങനെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതൊരു കോഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഫോണ്ട് ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് അതിലോട്ട് കൺവേർട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കോഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ ലൈനുകളായിട്ട് സെലക്ട് ചെയ്ത് ഇവിടെ ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വെള്ള ലിബാസിൻ പുടവയണി എന്നുള്ള ഫസ്റ്റ് ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കളർ വൈറ്റാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാൻ നോർമൽ ഫോണ്ടാണ് സെലക്ട് ചെയ്തത്. നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് ഫോണ്ടുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ സൈസ് 32 കൊടുത്തിട്ടുള്ളത്. എൻ്റെ പൊസിഷൻ കുറച്ച് താഴോട്ട് തന്നെയാണ് കൊടുത്തത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തത്. ഓക്കെ, കുറച്ച് മുകളിലോട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പൊസിഷൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിപ്പോൾ ഇത് ഫസ്റ്റ് നമ്മളിപ്പോൾ ലിറിക്സ് ആഡ് ചെയ്തത് ആ വോയിസ് എവിടെ ഉണ്ടോ അതുവരെയാണ് നമുക്ക് ഈ ലിറിക്സ് ഫസ്റ്റത്തെ ലൈൻ എവിടെയാണോ അവിടെ നമ്മുടെ ടെക്സ്റ്റും വേണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇവിടെ ആയിട്ടാണ് അപ്പോൾ ആ വോയിസ് ഈ ലിറിക്സിലുള്ള വോയിസ് പാടുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ഈ ടെക്സ്റ്റും എത്തിക്കണം. അപ്പോൾ അത് അങ്ങനെ ആക്കിയിട്ടുണ്ട്. നമുക്കിതിനൊരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ആഡ് എഫക്ട്സിൽ ഞാനിവിടെ ടെക്സ്റ്റിനുള്ള എഫക്റ്റുകളുണ്ട്. ഇവിടെ ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഫേഡ് അപ്പ് ബൈ ലെറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ റേഞ്ചിൽ എൻഡിൽ നമുക്ക് നമ്മുടെ ഈ വോയിസ് ഈ ടെക്സ്റ്റ് എൻഡ് ആവുന്നിടത്ത് വരെ നമുക്കിത് ഇങ്ങനെ വരണം ഈ എഫക്റ്റ്. അപ്പം അതുവരെ നമുക്ക് എൻഡിൽ വരെ കൊടുക്കാം. ഇങ്ങനെ വന്നിട്ട് ഈ ഒരു എഫക്റ്റാണിത്. അപ്പോൾ അതുവരെ നമുക്ക് നമ്മുടെ ഈ വോയിസ് ഈ ഫസ്റ്റ് ലൈൻ്റെ ഇത് അവസാനിക്കുന്നത് വരെ ആ ടെക്സ്റ്റ് അതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ ലൈൻ്റെ അവസാനം വരെ ഇത് കൊടുത്തത്. ഈ എഫക്റ്റ് അതിനനുസരിച്ച് കൊടുത്തു. ഇത് നമുക്ക് കുറച്ച് താഴോട്ട് വരുന്നത് പോലെ ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് അത്ര ഇത് വേണ്ട. അപ്പോൾ അതിനായിട്ട് നമ്മൾ എഫക്റ്റിൽ ട്രാൻസ്ഫോം എന്നുള്ളതുണ്ട്. ഇവിടെ -100 ആണുള്ളത്. ഇത് നമുക്കൊരു -5 കൊടുക്കാം. ഓക്കെ, -5 കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ ഒരു എഫക്റ്റാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ എഫക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ള ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഫസ്റ്റ് ലൈന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലൈനും ഇതുപോലെ തന്നെ ലിറിക്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് കോപ്പി ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അടുത്ത ലൈന് തുടങ്ങുന്ന ഭാഗത്ത് തന്നെ സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ലൈന് തുടങ്ങുന്നിടത്ത് തുടക്കം മുതൽ തന്നെ ഈ ടെക്സ്റ്റ് വരുന്നുണ്ട്. ചമയണം ഇത്ര മതി. അപ്പം ബാക്കി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നമുക്കിവിടെ ഇതിൻ്റെ ലിറിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എഡിറ്റ് ടെക്സ്റ്റിൽ നമുക്ക് ആ ലിറിക്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ തന്നെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ അടുത്ത ലെയർ തുടങ്ങുന്നിടത്ത് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളിവിടെ നമുക്കിങ്ങനെ ഓരോന്നിനും എഫക്റ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിവിടെ ഇങ്ങനെ ടെക്സ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനനുസരിച്ച് നമ്മുടെ വോയിസിൻ്റെ എത്രത്തോളം ദൂരം ഉണ്ട് അതിനനുസരിച്ച് ലെയർ ടെക്സ്റ്റിൻ്റെ ലെയർ കുറച്ച് ഡ്യൂറേഷൻ കൂട്ടാനും കുറക്കാനൊക്കെ ഉണ്ടോ അനുസരിച്ച് ചെയ്ത് കൊടുക്കണം. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ലിറിക്സ് വീഡിയോ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ നമുക്ക് വീഡിയോ ആണെങ്കിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പല കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് എഫക്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് കൂടുതൽ അടിപൊളിയാക്കാം. ഇവിടെ ഞാനിപ്പോൾ ലിറിക്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് കൂടുതൽ അടിപൊളിയായിട്ടുള്ള വീഡിയോകൾ ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.